ഇവിടെ ഇരുന്നിട്ട് ഇത്രയും വലിയൊരു വീടുണ്ടാക്കിയിട്ട് ഒരു മുറി ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് ഉറങ്ങാളെടുത്ത്. അമ്മ ദൈവമേ, ഉറങ്ങി തറയിലെല്ലാം വീണ് കഴിഞ്ഞാൽ ആരും എടുത്തോണ്ട് പൊക്കായില്ല. അമ്മ അകത്ത് പോയി കിടന്നുറങ്ങമ്മ. ഒരു 10 മിനിറ്റ് ധ്യാനത്തിലിരിക്കാൻ നീ സമ്മതിക്കൂല്ലേ പെണ്ണെ? ഉറങ്ങല്ലായിരുന്നു. ഉറങ്ങുന്ന നിന്റെ ഞാൻ വല്ലതും വിളിച്ച് കൂവട്ടെ. ഞാൻ ആത്മനിയന്ത്രണം സിദ്ധിക്കാനുള്ള ഒരു പ്രത്യേക ധ്യാനത്തിലായിരുന്നു. ഓഹോ, ആത്മനിയന്ത്രണം. അയ്യോ, എന്നെ പോലുള്ള ആൾക്കാരുടെ കൂടെ വേണ്ട ഇവിടെ കഴിയാനായിട്ട്. എന്ത് പറഞ്ഞാലും എടുത്ത് ചാടി തുള്ളി വഴക്കുണ്ടാക്കുന്ന നിന്നെയൊക്കെ സഹിക്കണമെങ്കിലേ ആത്മനിയന്ത്രണം കൂടിയേ തീരും. അതെ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണായിരുന്നു അറിയാമോ? ആരാ? അമ്മ. വെട്ടൊന്ന് മുറി രണ്ടെന്നാണ് അമ്മയുടെ സ്വഭാവം. എന്നാ അത് നിയന്ത്രിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ധ്യാനം നീ അങ്ങ് കൂട്ടിക്കോ. ഇതുപോലെ 2 മതിയല്ല ഒരു വീട്ടില്. എന്ത് പറഞ്ഞാലും വഴക്ക്, എല്ലാത്തിനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തറുതല പറച്ചില്. എന്തോന്നടി ഇതൊക്കെ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ വേണേ അങ്ങോട്ടേക്കാണ്ടിരുന്ന ഒരു അല്പനേരം ധ്യാനിക്ക്. പിന്നെ ഞാൻ ധ്യാനിക്കാൻ പോകുന്നു, എനിക്കിങ്ങും വയ്യ. കൊച്ചേ, ഈ ആത്മനിയന്ത്രണം കിട്ടിയാലേ ഒരുപാട് ഉപകാരമുണ്ട്. അറിയാവോ നിനക്ക്? നിന്റെ സ്വഭാവം നിനക്ക് ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് പെരുമാറാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല രീതിയിൽ സമീപിക്കാനും, എന്തിനു പറയുന്നത്, ആഹാരം വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ദേഷ്യം നിയന്ത്രിക്കുന്ന പോലെ. മനസ്സിലായോ? അതുകൊണ്ട് വേണമെങ്കിൽ എന്ന് ധ്യാനിച്ചോ. എന്നിട്ട് ഇച്ചിരി ഒരു നല്ല രൂപത്തിലും നല്ല സ്വഭാവത്തിലും നല്ല രീതിയിലൊക്കെ ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ നോക്കാം. നല്ല കുടുംബിനി തന്നെ. അടുക്കളയിൽ ഇനിയിപ്പോ ആഹാരം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ നിയന്ത്രണം വിടും. വിടും വിടും വിടും. ചായ കുടിക്കും. മധുരം കേട്ടോ അതില്? എനിക്ക് മധുരം വേണ്ട. മധുരം വേണ്ടേ? അതെ, ഞാൻ ഈ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ മധുരം നിർത്തുക, ഉപയോഗിക്കുന്നില്ല. ഇനി എത്ര നാളത്തേക്കാണോ എന്തോ. മുത്തോണ്ണ ഇനി ഒന്നാണ്. മുത്തോണ്ണ മിൽക്ക് ഷേക്ക്. ഇതൊന്ന് മിൽക്ക് ഷേക്ക്. ലക്ഷ്മി കുഞ്ഞിനെ കുറെ ദിവസം കൊണ്ട് പറയുന്നത് മിൽക്ക് ഷേക്ക് അടിച്ച് ആ മിൽക്ക് ഷേക്ക് അടിച്ചാണ്. ഞാൻ ഇന്ന് വിചാരിച്ച അങ്ങ് അടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. മിൽക്ക് ഷേക്കാ? ഓ, ലക്ഷ്മി കുഞ്ഞിനാ? ഓ, മുത്തോണ്ണ ഉണ്ടാക്കറിയായിരുന്നാ? ഉണ്ടാക്കാറിയാം. എന്തോന്ന് ചോദ്യം? ഇത് നിസ്സാര സംഭവമേ ഉള്ളൂ സുരഭി. ഐസ്, പാല്, പഴം, അണ്ടിപ്പരിപ്പ്, ബദാം, ഈന്തപ്പഴം ഇതെല്ലാം കൂടെ ഇട്ട് ഒരാടി, അപ്പോഴത്തേക്ക് മിൽക്ക് ഷേക്ക് റെഡി. മനസ്സിലായ? ഇതേ ഒരു നേരം കഴിച്ചാൽ മതി കൊച്ചമ്മ. ഒരു ദിവസത്തേക്ക് പിന്നെ വേറെ ഒരു ആഹാരവും കഴിക്കണം. പിന്നെ നോക്കട്ടെ. അല്ല കൊച്ചമ്മ, ഇത് തണുപ്പാണ്, കട്ട പാലിലാണ്. അത് മാത്രമല്ല ഐസും കൂടെ ഇട്ടെന്നേ. അതൊന്നും പ്രശ്നമില്ലടാ, ഞാൻ നോക്കട്ടെന്ന്. പ്രശ്നമില്ലെന്നാ? ഈ ഐസ് കുടിച്ചിട്ട് വേണം നീ കിടന്ന് ചുമക്കാൻ. പിന്നെ ഐസ് ഒന്ന് കുടിച്ചോണ്ടേ ചുമയും പനി എല്ലാം കൂടെ അങ്ങ് വരും. പോടി അവിടുന്ന്. ചുമ്മാ കൊണ്ടുപോടാ. ശ്വാസം മുട്ടൽ വരും. നീ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ. എല്ലാത്തിലും ഒരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ കൊച്ചമ്മ, തണുപ്പ്. പഞ്ചസാര ഇട്ട് കഴിക്കൂലെന്ന് പറഞ്ഞിട്ട്. അത് കാപ്പിയിലും ചായയിലും, ഇതിലിടൂലെന്ന് പറഞ്ഞില്ലല്ലോ. ആഹാരത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞതാ. അയ്യോ ഡാ, ഇത് കുടിച്ചിട്ടേ എന്റെ ഉള്ളങ്ങ് തണുത്തിറങ്ങുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ ഓരോ ഗ്ലാസ് എന്ന് എനിക്കും കൂടി ഈ സമയത്ത് ഉണ്ടാക്കിത്താ. അല്ല, ഇപ്പൊ ഇന്നും ഉണ്ടാക്കി തരാൻ പറ്റൂല, അതിനുള്ള സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നാളെ മുതൽ മതിയല്ലോ. ഇന്നിപ്പോ ഇത് ഞാൻ കുടിച്ചോളാം. ഓ, ആഹാര കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞതാ. ഇത് നിയന്ത്രണം ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പിടിച്ചു വാങ്ങിച്ചൊന്നുമല്ലോ. ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു, നോക്കി, കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ഞാൻ ലക്ഷ്മി കുഞ്ഞിന്റെ അടുത്ത് എന്തോന്ന് പറയുന്നതാണ്. ഈ കാപ്പി ഉണ്ടോ ലക്ഷ്മി കുഞ്ഞിന്? അപ്പൊ ഞാൻ എന്തോന്ന് കുടിക്കും? അതെ, പാവം. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ അവൻ കുടിക്കട്ടെ. നീ നിയന്ത്രണം കൊണ്ട് അവിടെ ഇരി. കൊള്ളാമോ? ഒരപ്പം മതിയാ കൊച്ചമ്മ? 2? ചമ്മന്തി വേണോ കള്ളക്കറി വേണോ? കള്ളക്കറി. അമ്മ എന്തോന്നും മിണ്ടാത്ത? മൗനം വരത്തില്ല. അല്ലമ്മ, ഇപ്പൊ എങ്ങനെ ഒരു വ്രതത്തിന്റെ ആവശ്യം? എടുക്കട്ട് പ്രശ്നപ്പെട്ട നല്ലതല്ലേ? എന്തിനു? ഉപദേശം കേൾക്കണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിലെല്ലാരും മൗനവ്രതം എടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സമാധാനമായേനെ. ഇത് വ്രതവും വൃത്തമൊന്നും അല്ല, ഇത് വേറെ എന്തോ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ പറ്റി അമ്മ? അമ്മയ്ക്ക് എന്ത് പറ്റാൻ? അമ്മ ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ട് വ്രതം എടുക്കല്ലേ? ഏറ്റവും വലുതായിട്ട് ഇവിടുത്തെ വാക്ക് തർക്കം മാറ്റി കിട്ടാൻ വേണ്ടിട്ട്. വാക്ക് തർക്കം ഒഴിവാക്കാനാണെങ്കിലേ ആദ്യം വ്രതം എടുക്കേണ്ടത് ചേച്ചിയാ. അയ്യടാ,
ഞാൻ വ്രതം എടുത്ത് വാ അടച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ വാ വെറുതെ ഇരിക്കത്തൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ആരെയും തർക്കിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ മുറി പോയി കണ്ണാടി നോക്കി സ്വയം മുഖം നോക്കിയിട്ട് ഇപ്പൊ തർക്കിക്കുമല്ലോ. ഓ, അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതാണ് ചേച്ചി പറയുന്നത്. എന്താ സംശയം? ഇവിടെ എല്ലാവർക്കും അറിയാം നീയാണ് ഈ വീട്ടിലെ ഭൂലോക പ്രശ്നം. ഞാൻ ഭൂലോകമാണെങ്കിലേ ചേച്ചി ആഗോള പ്രശ്നം. ആഹാ, ആഹാ. ഞാനോ? ഓ. ഞാനാണോ പ്രശ്നം? ചേച്ചി എന്നെ- നീ ഓരോന്ന് പറയുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഓരോന്ന് പറയുന്നത്. പിന്നെ? നീ പതുങ്ങിയിരുന്നല്ല ചെയ്യുന്നത്. ഇപ്പോഴുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ചേച്ചിയാണ് ഏറ്റവും വലിയ എല്ലാവർക്കും അറിയാം. ആ കൊച്ചു മിണ്ടാതിരിക്കാൻ അറിയാം. അയ്യോ അമ്മോ, എന്താ പിള്ളേരെ നിങ്ങക്ക്? അവളെ കണ്ടിരിക്കാൻ പറയണ. ഇനി എവിടെ? അമ്മയുടെ ശബ്ദം ഒന്ന് മാറിയിരിക്കുന്നു. ഓ, ആ തൊണ്ടവേന എടുത്തിട്ട് ഒരു ശകലം നേരം ഒന്നും മിണ്ടാൻ വിചാരിച്ചാ രണ്ടും കൂടെ സമ്മതിക്കുവോ? യോ, ആ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ സംശയിച്ചത് പോലെ തന്നെ ഇത് മറ്റേ മിൽക്ക് ഷേക്ക് എടുത്ത് കുടിച്ചത്. ഞാൻ അപ്പഴേ പറഞ്ഞ അമ്മ എടുത്ത് കുടിക്കില്ലെന്ന്. അത് കുടിച്ചോണ്ടൊന്നും അല്ല, എനിക്ക് ചുമ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഓ പിന്നെ നേരത്തെ ചുമ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിഞ്ഞായിരുന്നു കൊച്ചമ്മ. ചോദിച്ചില്ലേ നേരത്തെ ചുമ ഉണ്ടായിരുന്നു. അമ്മ ഈ തണുപ്പൊക്കെ എന്തിനമ്മ കുടിക്കാൻ പോണത്? അണ്ണാ, ഞാൻ പറഞ്ഞതാണ് എടുത്ത് കുടിക്കില്ലെന്ന്. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രായത്തിലെ ഈ വാശി ആവേശമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് മക്കളും മരുമക്കളും പറയാൻ അനുസരിക്കണം. ഇതൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ നമ്മളൊക്കെ പറയാൻ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അമ്മ. ഇല്ലെങ്കിൽ ഈ ചുമയും പനിയൊക്കെ വന്ന് ഒരിടത്ത് ഇരിക്കേണ്ടി വരും. പിന്നെ ആരോഗ്യം കാണൂല. അല്ല, ഇപ്പം എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാരും കഴിക്കണം. വെള്ളം കുടിച്ചോട്ടെ. മഴ പെയ്ത് തോർന്ന പോലുണ്ട്. തൊട്ട് പടാ മതി. സുഗന്ധം പരത്തുന്ന കുട്ടി, നല്ല സുഗന്ധം പരത്തുന്ന കുട്ടി. മുത്തോണ ഓ, മുത്തോണ ഒറ്റൊരാൾ കാരണമാണ് അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. ആഹാ, ഇപ്പൊ അങ്ങനെ ആയാ? ഇപ്പൊ പറയുന്ന കേട്ടതൊന്നും ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ച പോലെ ആയിപ്പോയില്ല. കൊടുക്കണ്ടായിരുന്നു. കൊടുക്കണ്ടായിരുന്ന പിടിച്ചു വാങ്ങിച്ച് കുടിച്ചല്ലേ? ഇവരൊക്കെ കണ്ടതാണല്ലോ. ഇത് പണ്ടാരണ്ട പറഞ്ഞ പോലെ കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. മുത്തണ്ണ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഇത് എന്തിനുള്ള പുറപ്പാട്? ഒന്നിനുള്ള പുറപ്പാടല്ല. പിന്നെ? ആ റൂമിനകത്ത് ചുമച്ച് തൊണ്ട വയ്യാതെ കിടക്കുന്നത് എന്റെ സ്വന്തം അമ്മായിയമ്മയും കൂടെയാ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അയ്യോ, ഇത്ര നാളില്ലാത്തൊരു സ്നേഹമൊക്കെ ഇപ്പൊ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നത്? ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച് വന്നു. ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അയ്യടേ, നിനക്കെന്തായാലും കുഴപ്പം? എനിക്ക് എന്തൊരു കുഴപ്പമൊന്നാ? ഞാനേ ചോദിക്കണമെന്ന് വിചാരിച്ചു. നീ കുറച്ചു മുന്നേ ഡൈനിങ് ടേബിളിൽ കിടന്നിട്ട് എന്തൊരു ചാട്ടമായിരുന്നു അമ്മ എടുത്ത് ചാടിയത്. എനിക്ക് ചാടണം തോന്നുമ്പോ ഞാൻ ചാടും. ആണാ? എന്നാ കരമനെ ആറ്റിപ്പോയി ചാടറി. അവിടെ നല്ലപോലെ വെള്ളം ഒഴുക്കുള്ളതാ. എന്തോന്നു അന്നേരം എനിക്ക് പെരുന്ന് പെരുത്ത് കേറിയത്. എനിക്ക് എന്ത് വാത്തിന്റെ അസുഖം ഉണ്ടാ? ദേഷ്യം കൊണ്ട്. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിച്ചതാ. 10 പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയില്ല. ഞാൻ എണ്ണിക്കൊള്ളാം. കുഞ്ഞു പറഞ്ഞോ? അത് പോകും. മുത്തോണ്ണ, ഇത് വേറെ ഒന്നും അല്ല. ആ മിൽക്ക് ഷേക്ക് കൊടുക്കാതെ തന്നെ കുഴപ്പമാ. അതാണ്. അങ്ങനെ വേണ്ട. എത്ര മിൽക്ക് ഷേക്ക് വേണം? ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കൊരു മിൽക്കും വേണ്ട, ഷേക്കും വേണ്ട. എന്നിട്ട് വേണം എന്റെ തൊണ്ടയിൽ പിരിവെട്ടിട്ട് ഞാൻ കിടക്കാൻ. തെറ്റ് കണ്ട ഞാൻ വഴക്ക് പറയും. അത് അമ്മയായാലും ശരി, അമ്മയമ്മയായാലും ശരി. ഓ, നീ കിടന്ന് പറക്ക് പറഞ്ഞോ. അതെ സുരഭി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അസുഖം വരിക എന്ന് പറയുന്നത് ആരുടെ ഒരു തെറ്റും കുറ്റവും കൊണ്ടൊന്നും അല്ല. അങ്ങനെ അസുഖം ഉള്ളവരടുത്ത് ഇങ്ങനെ ഒരു ചാടി കളിച്ചല്ല സംസാരിക്കേണ്ടത്. പിന്നെ കോപിച്ച് സംസാരിക്കണോ? സ്നേഹം, സഹാനുഭൂതി. ഇതാ കണ്ടോ, ഈ മരുന്നുകൾ ആന്റിബയോട്ടിക്സും എന്റെ സ്നേഹവും കൂടെ കൊടുത്തു കഴിയുമ്പോ അമ്മയുടെ അസുഖം പമ്പ കടക്കും. ഇത് അമ്മയ്ക്ക് കൊടുക്കാനാണ്? അതെ, അമ്മയ്ക്ക് ആവശ്യം കൂടുതൽ മരുന്നുണ്ട്. ഇതുകൂടെ എന്തിനാണ് കൊടുക്കുന്നത്? അസുഖം മാറാൻ വേണ്ടിട്ട്. അമ്മ പരീക്ഷണ വസ്തുവൊന്നുമല്ല. അമ്മ പരീക്ഷണ വസ്തുവല്ല എന്നുള്ളത് എനിക്കറിയാം. ഇത് കഴിച്ചത് അമ്മ എവിടെയും തലറി വീഴും. അതെ, അങ്ങനെ വീഴാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. മുത്തണ്ണ, വെള്ളത്തെ നിങ്ങൾ വെള്ളം എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ട് വരാം. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മരുന്ന് കൊടുത്ത് എന്റെ കൊച്ചമ്മ വെള്ളത്തിലാക്കാൻ. ഒന്നുമില്ല. മുത്തണ്ണ വെള്ളം എടുക്കുക. ഞാൻ സമ്മതിക്കൂല. അയ്യടെ മോളെ, ചന്ദ്രഹാസത്തിലെ മൂത്ത മരുമകള് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുത്തിരിക്കും. ചന്ദ്രസിലെ ഇളയ മരുമകളാണെങ്കിൽ ഞാൻ ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഞാൻ വേറെ ഉണ്ടായി കൊടുത്തോളാം. എന്തോന്നിത്? അല്ല, എന്തോന്നിത്? വേണ്ട വേണ്ട, വെക്കുതോറും തലേക്കറ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എല്ലാവർക്കും സമാധാനമായോ? അമ്മയുടെ അസുഖം കൂടി. ഇപ്പൊ ചുണ്ടനക്കുമ്പോഴേ ശബ്ദം വരുന്നില്ല.
ആ ആന്റിബയോട്ടിക്സ് ഞാൻ ആ കറക്റ്റ് സമയത്തിന് കൊടുത്തിരുന്നെങ്കിൽ കുറഞ്ഞേനെയായിരുന്നു. എന്തോന്ന് മരുന്നാ? ചുമ. അപ്പൊ ആണ് അവൾ ആ മരഭൂതം വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് മരുന്ന് തട്ടിപ്പറിച്ച് പോയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷിച്ചെടുത്തേനായിരുന്നു അമ്മേനെ. എടി അമ്മയെ അമ്മ എന്തോന്ന് ഗുണാക്കേവില് വീട് കിടക്കണം. ഓ, സാധാരണ ആരാന്റെ അമ്മയ്ക്ക് ചുമ പിടിക്കുമ്പോഴാണ് തമാശ. ഇതിപ്പോ സ്വന്തം അമ്മയ്ക്ക് ചുമയും തൊണ്ടവേദനയും വന്നപ്പോഴാണ് തമാശ. എടി നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് അവൾ എന്തുകൊണ്ടെന്ന് അങ്ങനെ പറഞ്ഞത്. അമ്മ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരുപാട് മരുന്ന് കഴിക്കണുണ്ട്. ഇനിയിപ്പോ പുതിയത് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ. ഓഹ്, എനിക്ക് ഇത് കേൾക്കുമ്പോഴാ പ്രക്ഷോഭപ്പെട്ട അസുഖം വന്നു കഴിഞ്ഞാൽ അത് മരുന്ന് കൊടുത്ത് തന്നെ ചികിത്സിച്ച് ഭേദമാക്കണം. അല്ലാതെ ഇത് ചുമ്മാ. നമുക്ക് ആയുർവേദം ഒന്ന് ട്രൈ ചെയ്താണ്. ആ, അവളുണ്ടല്ലോ സുരഭി, അവളിതാ പറമ്പിലെല്ലാം കൂടെ നടന്ന് കുറെ കാട്ടുചെടിയെല്ലാം പറിച്ച് അരച്ച് എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവള് ചെയ്യാൻ തുടങ്ങിയല്ലേ? എങ്കിൽ സാധനം എങ്കിൽ ചാന ഏറ്റു കുറെ കുടിച്ചിട്ടുള്ളത് പോലെ. പിന്നെ അവളുടെ മരുന്ന് കഴിച്ചിട്ടല്ലേ കൊറോണ നാട് വിട്ടു പോയത്. എടി അതല്ല, അവൾക്ക് ഒരു കൈപുണ്യമുണ്ട്. ആ, പിന്നെ സാമ്പാർ രസമല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, സെക്കൻഡ്. പോയ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് എന്റെ കയ്യിലൊരു സാധനമുണ്ട്. അങ്ങനെ, അതായത് എന്റെ അയ്യോ മറന്നുമല്ല പേര്. അത് തന്നെ എന്തോ ടയർ പഞ്ചർ. ടയർ പഞ്ചറാ? അല്ല, ടയർ പഞ്ചർ അല്ല, ടയർ പഞ്ചർ ആണോ? അക്യൂപഞ്ചർ. ആ പഞ്ചർ തന്നെ. എന്റെ അണ്ണ, ഈ ത്രോട്ട് ഇൻഫെക്ഷന് എന്തിനാ അക്യുപഞ്ചർ ചെയ്യണത്? അങ്ങനെ തൊണ്ടവേദനയ്ക്ക് എന്തിനാണ് അക്യുപഞ്ചർ ചെയ്യണത്? നല്ല ചോദ്യം. അതായത് ഇപ്പൊ കുഞ്ഞിന് കൊച്ചമ്മയെ കണക്ക് ശബ്ദമില്ലാതിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇത് നോക്കണേ. കേട്ടാ, ഉള്ള ശബ്ദം വളരെ ഉച്ചത്തിലായി. അപ്പൊ ഉച്ച ഇല്ലാതെ, അതായത് ശബ്ദം ഇല്ലാത്ത ആളാണെങ്കിൽ ശബ്ദം വരും. അതാണ് സംഭവം. എന്നാ അമ്മയ്ക്ക് കൊണ്ടേ കുത്തി കൊടുത്താലോ? പോവാം. ഓടി അങ്ങോട്ട് ചെല്ല്. അമ്മ നല്ല ചവിട്ട് വെച്ച് തരും. ഉള്ള ജീവനും കൂടെ പോകും. പറഞ്ഞിരുന്നു വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് വേദനിച്ച ഇല്ല. കുഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചാലോ? ഇറങ്ങി പോടും. പക്ഷെ നല്ല ഒച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, നിങ്ങൾക്കൊന്ന് താഴോട്ട് വരുമോ? ബാബാ, ആഹാരം കഴിക്കാനായിരിക്കും. ആഹാരം കഴിക്കാൻ വേണ്ടിട്ടല്ല, ഞാൻ മരുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ. കഷായം ചെരുവത്തോടെടുത്ത് കമത്താനാണോ ഞങ്ങൾ എല്ലാവരും കൂടെ വരാൻ പറഞ്ഞേ? ഞാൻ കൊടുത്തിട്ട് അമ്മ കുടിക്കണില്ല. അപ്പൊ നിങ്ങൾ മൂന്നൂരൊക്കെ കൈയും കാലൊക്കെ പിടിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ. വാ അണീറ്റ്. എങ്ങനെ കൊടുക്കാം? അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാ? പക്ഷെ ബേട്ടാ, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? ഫീൽ ദ ത്രിൽ. കം ഓൺ. അത് മാറ്റി പിടിച്ചേ. ഞാൻ ഇവിടെ വെച്ച് Feel the thrill. അയ്യോ, ഈ ഒരു ഗ്ലാസ് കഷായം കുടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ആഹാ, ഇത്രയുള്ള കാര്യം. കൊച്ചമ്മ ആ ഗ്ലാസ് എടുക്കുന്നു, ഒറ്റ വഴിക്ക് അകത്താക്കുന്നു. അത്രേ ഉള്ളൂ. അതെ, ഇതാണ് അത്ര വലിയ കാര്യം. അമ്മ അങ്ങ് കുടിക്കേ. നീ എടുത്ത് കുടിക്കേ. കുടിക്കായിരുന്നു, പക്ഷെ എനിക്ക് തൊണ്ടവേദനയും ചുമയൊന്നും ഇല്ലല്ലോ. ചെറിയൊരു കയ്പുണ്ട്, അത്രേ ഉള്ളൂ. അതിന് നിസ്സാര പണിയുള്ളൂ കൊച്ചമ്മ. ഇത് കുടിച്ചതിന് ശേഷം ഒരു നുള്ളു പഞ്ചസാര നാക്കിൽ വെച്ചാൽ മതി, അപ്പൊ അങ്ങ് മാറും. പഞ്ചസാര വേണ്ട, അമ്മ പഞ്ചസാര നിർത്തി വെച്ചിരിക്കുന്നു. അല്ല, അമ്മക്ക് വേണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ട. പക്ഷെ പെണ്ണെന്തേ പറയുന്നേ? ഞങ്ങൾക്കേ അമ്മയുടെ സ്വരം കേൾക്കാതെ എന്തൊരു അസ്വസ്ഥതയെന്നറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ അമ്മ. അല്ല, എന്ത് മിസ്സായാലും കൊച്ചമ്മ അതെടുത്തോണ്ട് കുടിക്കണം. കൊച്ചമ്മ കുടിക്കമ്മ. കൊച്ചമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടണം. അതെ, അമ്മ എടുത്തു കൊടു. കുടിക്കണം കൊച്ചമ്മ. ആ, കുടിക്കമ്മ. ഒറ്റ വലിക്കാൻ കുടിച്ചാ മതി. ഇത് കുടിച്ചാൽ മാറും, ഉറപ്പാണ്. കുടിക്കമ്മ. കുടിക്കണം കൊച്ചമ്മ. അമ്മ ഇവിടെ വിശ്വസിക്കമ്മ. എന്നെ വിശ്വസിച്ചില്ലേ ഇവളെ വിശ്വസിക്കാം. അതിന്റെ ഫലം അമ്മയ്ക്ക് കിട്ടും. മൂക്ക് വെക്കണ്ട. ഉണ്ടാക്കി പ്രശ്നപ്പെട്ട കുടിക്കട്ടെ. അവളത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. കുടിക്കമ്മ. ഒറ്റ വഴിക്ക് അതെ. അയ്യാ, വെള്ളം കുടിക്കണം. നല്ല ശബ്ദം തിരിച്ചു കിട്ടുള്ളൂ. എവിടെ? അയ്യോ, കുടിച്ചില്ല. കുറച്ചല്ലേ ഉള്ളൂ കൊച്ചമ്മ. ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ അങ്ങ് മാറും. സോഫ്റ്റ് ആവും ശബ്ദം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും കൂടെ ഉള്ളുവായിരുന്നു. എങ്ങനെയുണ്ടമ്മ? അമ്മ ഒന്ന് സംസാരിച്ചേ. സോഫ്റ്റ് ആവും, ശബ്ദം സോഫ്റ്റ് ആവും. കണ്ടോ? പാടണ്ട, ആദ്യം സംസാരിച്ചാ മതി.
എന്തോ നടി കലക്കി കൊടുത്തു. പണിപാടിയാ. മുത്തോണ അമ്മ സംസാരിക്കാനില്ലല്ലോ. അതെ അതെ. അയ്യോ ഞാൻ ഒന്ന് പ്രതീക്ഷനെ വിളിക്കിട്ട് വരുമ്പോ ഡോക്ടറിനെ കൊണ്ട് വരാൻ പറയാം. കൊച്ചമ്മ എന്തെങ്കിലും ഒന്ന് പറയേ. അമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ കണ്ണുകളിൽ അതുണ്ട്. അമ്മയെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നമ്മൾ മൂന്നുപേര് നിൽക്കുന്ന അത്ര പന്തിയല്ല. അടുക്കളയിൽ പണിയുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. പിന്നൊരു ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷേ മൊത്തം പൊള്ളിയിരിക്കാനുള്ള വാക്കകത്ത് അതെന്താ സംഭവിച്ചത്? അതെന്താ കുട്ടി എന്തെങ്കിലും കൊടുത്തായിരുന്നോ? സുരഭി, താൻ ശരിക്കും അമ്മയ്ക്ക് എന്തോ കൊടുത്തേ? അണ്ണ ഞാൻ അമ്മയ്ക്ക് ഒരു ചായ കൊടുത്തതാ. കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ മൂന്നിനും കൂടെയാണ് ചായ ഉണ്ടാക്കിയത് ഞാൻ പറയും. ചായം? അണ്ണാ അത് നല്ല ചൂട് ചായ ആയിരുന്നു അണ്ണാ. ഞാൻ അമ്മയുടെ പറഞ്ഞതാ ഈ ചൂട് ചായ എടുത്ത് കുടിക്കരുത്, പാ പൊള്ളൂന്ന്. അല്ല എന്നാലും ഈ ചൂട് ചായയൊക്കെ കുടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും? അല്ല, ചില ചായ കുടിക്കുമ്പോ ഇങ്ങനെ പൊള്ളാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് പോട്ടെ സാരമില്ല. വേറൊന്നോ കുടിക്കാൻ കൊടുത്തെന്നാണല്ലോ. അങ്ങനെയല്ല, എല്ലാവർക്കും ചായ കൊടുക്കണേ മുത്തു എന്ന് പറഞ്ഞാണല്ലേ കൊടുക്കാൻ കൊച്ചമ്മ ചായ കൊടുക്കാം. അല്ലല്ല, ഒരു കാര്യം ചെയ്യും. എന്തായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കണം. പിന്നെ സംസാരിക്കാനേ പാടില്ല. ഈ ചായയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ചായ ഒന്നും അല്ല, മിൽക്ക് ഷേക്ക് എടുക്കാം. ഒന്നും വേണ്ടായേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മിൽക്ക് ഷേക്ക്. മുത്തോണ്ണനെ ഇടിച്ച് പഞ്ചറാക്കുന്നതാണ്. കൊച്ചമ്മ ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ആമ്മ ഒരബദ്ധം പറ്റിയതാ. പക്ഷെ ഇത് തന്നു കഴിഞ്ഞാലേ മാറേണ്ടതാ. പക്ഷെ അമ്മയ്ക്ക് എന്ത് മാറാത്തെന്നാണ് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നാണല്ലോ. അതായിരിക്കും. അങ്ങനെയൊക്കെ ആശ്വസിക്കാം. എന്തായാലും കൊച്ചമ്മ 2 ദിവസത്തേക്ക് നമ്മളെ വഴക്ക് പറയൂല. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. സത്യം പറഞ്ഞ ഇപ്പോഴാണ് അമ്മ മൗനവ്രതത്തിലായത്. ഈ 2 ദിവസം കൊണ്ട് അമ്മ എല്ലാം മറക്കുമായിരിക്കും അല്ലേ? മറന്നാ ഭാഗ്യം. പേനയും പേപ്പറോ? എന്തോ കവിത എഴുതാനായിരിക്കും ഈ സമയത്ത് കവിത. പേന ഇതിനകത്തുണ്ട്. എന്തെങ്കിലും വേണമായിരിക്കും. നീ മിണ്ടരുത്. ഇതിനെല്ലാം കാരണക്കാരി നീയാ. എല്ലാം കൂടെ കൊന്നു. ഞാനൊഴിയും. എന്താ മുത്തോണ്ണ ടെൻഷൻ എടുപ്പിക്കാതെ വായിക്കേ. വായിരിക്കും. ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. ടെൻഷൻ ആയിക്കോളും 2 ദിവസം കഴിഞ്ഞാ. എന്തായിരുന്നാലും 2 ദിവസം കഴിഞ്ഞാ വലിയൊരു സുനാമിക്ക് പ്രവചനം അനുസരിച്ച് സാധ്യതയുണ്ട്. എന്നാ വായിച്ചു നോക്കും. 2 പേരും വായിക്കും. കൂട്ടത്തോടെ കള്ളം പറയുന്നു. ഒന്നും മറക്കുന്നവളല്ല ഈ സുഹാസിനി. എന്നെ നിർബന്ധിച്ച് മരുന്ന് എന്ന് പറഞ്ഞ ആ കാട്ടുവിഷം കുടപ്പിച്ച എല്ലാത്തിനെയും ഞാൻ കാണുന്നുണ്ട്. നമ്മളെല്ലാരും ഉണ്ട്. പ്രത്യേകിച്ച് സുരഭി. നിന്റെ ആ കഷായവും എനിക്കങ്ങ് ബോധിച്ചു. കാണും വരെ കാത്തിരി. സുരഭിയുടെ അടുത്താണ് കൂടുതൽ ദേഷ്യം. കൂടുതൽ അവളാ. നിന്റെ കാര്യം മൂക്കി പിടിച്ചതാണ് വൻ വിഷയമായത് അല്ലേ കൊച്ചമ്മ? കണ്ട തന്നെ പണി തന്നെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.